ഹലോ എവറി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുള്ളറ്റ് ജേണൽ വീഡിയോ ആണ്. ജൂൺ സ്റ്റാർട്ട് ചെയ്തു. സോ അതിൻ്റെ ഒരു ബുള്ളറ്റ് ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ കുറച്ച് ഫംഗ്ഷനും പിന്നെ സ്കൂളും തുറന്നു, അങ്ങനെ കുറച്ച് തിരക്കിലായി. അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഒന്നും ഇടാൻ പറ്റാത്തത്. സോ നമുക്ക് നമ്മൾ ബുള്ളറ്റ് ജേണൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ മന്തിലെ ബുള്ളറ്റ് ജേണൽ ഒരു ഓഷ്യൻ ബ്ലൂ കൈൻഡ് ഓഫ് ഒരു തീമിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ആദ്യം തന്നെ ജൂൺ ഒരു പേജിൽ വലുതാക്കിയിട്ട് എഴുതി കൊടുക്കാം. എന്നിട്ട് അതൊന്നിങ്ങനെ കാലിഗ്രാഫി പോലെ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബ്രഷ് പെൻ വെച്ചിട്ട് എൻ്റെ അടുത്ത് പേസ്റ്റൽ ബ്രഷ് പെന്നാണ്, അപ്പോൾ അത്ര വൈബ്രൻ്റ് ആയിട്ട് കളേഴ്സ് നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ പെന്ന് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഓഷ്യൻ തീം ആയതുകൊണ്ട് തന്നെ ഒരു വാട്ടർ കൈൻഡ് ഓഫ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ബബിൾസ് പോലെ ഇങ്ങനെ ഫുൾ ആ ഒരു പേജിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജൂൺ എന്നൊക്കെ പറയുമ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചതൊരു റെയിനി സീസൺ കൈൻഡ് ഓഫ് തീമിൽ കൊടുക്കാമെന്നായിരുന്നു. പക്ഷെ പിന്നെ എനിക്കെന്തോ ഒരു വെയിലിൻ്റെ ഒരു ഇൻസ്പോ ഞാൻ കണ്ടു വരച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി. സോ ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ട് ആദ്യം ഒരു ഔട്ട്ലൈൻ പോലെ ഒരു വെയിലിനെ വരച്ചു കൊടുക്കുകയാണ്. വെയിൽ തന്നെയാണെന്ന് തോന്നുന്നത്. ബ്ലൂ വെയിലാണോ എന്താ എനിക്കറിയില്ല. ഞാൻ ഇൻസ്പോ കണ്ടതുപോലെ വരച്ചു കൊടുത്തതാണ്. എന്നിട്ടത് കഴിഞ്ഞിട്ട് അതിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ. അതൊക്കെ കയ്യാനായി യൂസ് ചെയ്ത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ ഷാഡോ വരുന്ന ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്കാക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചില ഭാഗത്ത് ഇങ്ങനെ ലൈൻസ് ആക്കിയിട്ട് ആ ബോഡീൻ്റെ ഭാഗത്ത് തന്നെ ലൈൻസ് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കുറച്ചൊരു ഡെപ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി അതിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഓവൽ കൈൻഡ് ഓഫ് ഷേപ്പ് വരച്ചു കൊടുത്താൽ തന്നെ മതി കണ്ണായിട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും. അത് ഇവിടെ കാക്കശല്യം കൂടുതലാണ്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ വര പോലെ വരച്ചു കൊടുക്കുക. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇൻസ്പോ കണ്ട പോലെ വരച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്കം. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു മന്ത്ലി സ്പ്രെഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കലണ്ടർ ലോഗ് അങ്ങനെ എന്തൊക്കെയോ അതിന് പറയും, എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്രാവശ്യം ഒരു 2 പേജസ് ഇങ്ങനെ ഇതാക്കിയിട്ടൊരു ഹോൾ പേജ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് വരച്ചത്. കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ക്യൂബ് ഇങ്ങനെ ബ്രഷ് പെൻ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇപ്രാവശ്യം ഞാൻ ചെയ്ത മോഡൽ. സാധാരണ ഞാൻ ഒറ്റ പേജിൽ മാത്രമേ മന്ത്ലി ലോഗൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം എന്തൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് ഗൈസ്. പിന്നെ ഞാൻ അതിൽ കലണ്ടറാണല്ലോ, സോ ഡേറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് അതിൻ്റെ മേലെ ബ്ലാങ്കായി കിടന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ജൂൺ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതും ഒരു ഡാർക്ക് ബ്ലൂ പെൻ വെച്ചിട്ട് തന്നെ. ഞാനിങ്ങനെ കലണ്ടർ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്, അല്ലെങ്കിൽ മൂഞ്ചി പോകും ഗൈസ്, അനുഭവമുണ്ട്. അപ്പോൾ എല്ലാ ഡേറ്റും ഇട്ട് കൊടുത്തു. 30 ഡേയ്സാണ് ഈ മന്തിലുള്ളത്. അതിൽ ഒരു പേജ് ഒരു കള്ളി ഫ്രീ ആയി പോയി എൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേയ്സ് ഉണ്ടല്ലോ, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ, അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സിമ്പിളായി തോന്നിയപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ സെയിം ബബിൾസ് ഒന്ന് അതേപോലെ തന്നെ ആഡ് ചെയ്തു. ഭയങ്കര പ്ലെയിനായി തോന്നി. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഫീലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഗോൾസിനും ഹൈലൈറ്റ്സിനുമായിട്ട് ഞാനൊരു ബോക്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ ഈ കലണ്ടറിൻ്റെ കൂടെ തന്നെ സൈഡിൽ ചെറുതായിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ 2 ബോക്സ് വരച്ചു കൊടുക്കുക. അതിങ്ങനെ ജസ്റ്റ് കൈയേറ്റ് ഇങ്ങനെ ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലാതെ വരച്ചു കൊടുക്കുക. അപ്പോഴേ ഇങ്ങനത്തെ രീതിയിലൊരു ഭംഗി തോന്നുള്ളൂ. കഴിഞ്ഞിട്ട് ഒരു 3D ലുക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പോയി. കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോൾസ് ഹൈലൈറ്റ്സിന് ഫുൾ ക്യാപ്സിൽ എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇതും പ്ലെയിനായ പോലെ തോന്നി. അപ്പോൾ ഞാനതൊന്ന് ഹൈലൈറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വീണ്ടും അതിന് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. ഞാൻ ഒരു സീ റിലേറ്റഡ് ആണല്ലോ നമ്മളെ തീം, ഓഷ്യൻ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടൊരു ഷെല്ലും ഒരു പേൾ ക്ലാം എന്തോ ആണ്, എനിക്കറിയില്ല അതിനെന്തോ പറയാന്ന്. അപ്പോൾ അത് 2 വരച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ മൂഡ് ട്രാക്കറാണ് സെറ്റ് ചെയ്തത്. അത് ഞാനൊരു വലിയ സീഷൽ എന്തോ ആണത്. അത് ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് വരച്ചിട്ട് ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഇൻസ്പോ ആണ്. അപ്പോൾ ഞാൻ സെയിം ആയിട്ടുള്ള സംഭവം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 30 ഡേയ്സ് വരുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കുക. എന്താ അതിന് പറയാൻ എനിക്കറിയില്ല, അതിൻ്റെ മേത്തുള്ള ആ സംഭവം. എന്നിട്ട് അത് വരച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലും ഡേയ്സൊക്കെ ഒന്ന് എഴുതി കൊടുത്തു. അതും ഡാർക്ക് ബ്ലൂ പെന്ന് വെച്ചിട്ട് തന്നെ ജസ്റ്റ് എല്ലാ ദിവസങ്ങളും ഒന്ന് എഴുതി കൊടുത്തു. 30 ഡേയ്സ് തന്നെ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ മേലെ ഇങ്ങനെ മൂഡ് ട്രാക്കറിന്ന് എഴുതി കൊടുത്തു. അത് ഞാൻ വലിയ ഡിസൈനാക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഒന്നൊരു സംഭവം കൊണ്ട് ചെയ്തതാണ്.
ട്രാക്കറിന് ഞാൻ ജസ്റ്റ് ബ്രഷ് പെന്ന് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ അത് അത്ര കണ്ട് വൈബ്രൻ്റ് ആയിരുന്നില്ല. ബാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നു. അപ്പോഴത്തേന് ഹാബിറ്റ് ട്രാക്കറാണ്. സോ ഹാബിറ്റ് ട്രാക്കറിൽ കാണുന്ന പോലെയാണ് ചെയ്തത്. ജസ്റ്റ് ആ ഒരു ഹാബിറ്റ് ചെയ്തിട്ട് 30 ഇങ്ങനെ ബബിൾസ് പോലെ വരച്ചു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യുക ഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ വീക്ക്ലി പ്ലാനറും അതേപോലെ തന്നെ ജസ്റ്റ് ആ ഒരു വീക്ക് ചെയ്തിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ അടുത്ത് വേറെ ക്ലിപ്സ് ഒന്നുമില്ല. ഇനി ഫ്ലിപ്പ് ത്രൂ കാണിക്കാം.